SIRയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണതയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. 2002 വോട്ടില്ലാത്ത ആളുകൾക്ക് 2002 വോട്ടുള്ളവരുടെ ബന്ധുക്കളെ ചേർക്കാനുള്ള ഇനോമിനേഷൻ ഫോറത്തിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് 2002 വോട്ട് ഉള്ള നമ്മുടെ ബന്ധുക്കളെ, അത് മാതാവാവാം, പിതാവാവാം, പിതൃ സഹോദരങ്ങളാവാം, അങ്ങനെ നമ്മുടെ രക്തബന്ധുക്കളെ ചേർക്കാം എന്നായിരുന്നു ഇതുവരെ വിജ്ഞാപനത്തിലുണ്ടായിരുന്നത്. എന്നാൽ പുതിയതായി ഇന്നലെ മുതൽ വരുന്ന വാർത്തകൾ BLOമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അതേപോലെ നമ്മൾ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഉപ്പാൻ്റെയോ പിതൃ സഹോദരന്മാരെ ചേർത്ത ഇനോമിനേഷൻ ഫോറം അവർക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് കേരളീയർ ഈ ഒരു ഇനോമിനേഷൻ ഫോറം പൂരിപ്പിച്ച് കഴിഞ്ഞു, അവർ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇത് തള്ളപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബീഹാറിലൊക്കെ 65 ലക്ഷം ആളുകളെയാണ്, മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോയ ആളുകളെ അല്ലെങ്കിൽ അച്ഛനോ അമ്മക്കോ വോട്ടില്ലാത്ത ആളുകളൊക്കെ 65 ലക്ഷം ആളുകളെയാണ് ഇവർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത്. അതേപോലെ ഈ കോലത്തിൽ കേരളത്തിൽ പോകാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-20 ലക്ഷം ആളുകളെ വോട്ടെങ്കിലും ഇവർ അസാധുവാക്കി കളയും. ഇതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് BJPക്ക് ചുളുവിൽ ഭരണം കിട്ടുക എന്നുള്ളതാണ്. കാരണം BJP കൂടുതൽ സ്വാധീനമില്ലാത്ത ബീഹാറിൽ അവർക്ക് 100-ലധികം സീറ്റ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളത്തിൽ പോലും ഒരു സ്വാധീനമില്ലാത്ത BJPക്ക് കൃത്യമായിട്ട് 10-30 സീറ്റുകൾ കിട്ടാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് നടത്തുന്നത്. എന്തായാലും എല്ലാ ആളുകളും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. നമ്മുടെ ഫോറം പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇനി ഒരു അവസാനവട്ട ഒരു ഓട്ടപ്രദക്ഷിണം എന്നുള്ള രീതിയിൽ അതൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കണം അത് കൊടുക്കേണ്ടത്. നമ്മൾ പിന്നീട് നമുക്കൊരു സുപ്രീം കോടതിയിൽ പോയാൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു കേസോ കാര്യങ്ങളോ കൊടുക്കാൻ കഴിയാത്ത നിയമ നിർമ്മാണങ്ങൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കേസ് മറ്റോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരിക്കലും ഒരു നടപടിയും സ്വീകരിക്കാൻ സുപ്രീം കോടതിക്ക് പോലും കഴിയാത്ത തരത്തിൽ പുതിയ നിയമ സംവിധാനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഹനീഫ് യൂസഫ്, എന്തായാലും ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം.